ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സമയം വൈകുന്നേരം 4:15 അതുകൊണ്ടാണ് ഗുഡ് ഈവനിങ് പറഞ്ഞത്. കണ്ടോ ഈ സ്ഥലം ഇതെവിടം വരെ വരാൻ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 മണി സമയമായി കേട്ടോ. ഭയങ്കര മഴക്കാറാണ്, അതുകൊണ്ട് അത്ര തെളിച്ചൊന്നുമില്ല. സ്ഥലം എവിടെയാണെന്നല്ലേ? വാഗമൺ പിന്നെ ചില്ലുപാലം ഉണ്ടല്ലോ, ആ ഭാഗമാണ്. കയറിപ്പോയി കാണാനുള്ള പരുവത്തിന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഈ ഗേറ്റുകൾ നിൽക്കുവാണേ. പപ്പേനെ കണ്ടില്ല, അതുകൊണ്ടാണ് നോക്കി നിൽക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുക കേട്ടോ കാണാൻ. അപ്പം ചുറ്റും പുറമൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്നുകൊണ്ട് വട്ടത്തിലൊന്ന് പിടിക്കാവേ, ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട് മുട്ടക്കുന്നുകളെന്ന് പറയുന്നില്ലേ വാഗമണ്ണിലെ, അതാണ് കാണുന്നത്. ഉണക്കിൻ്റെ കാഠിന്യം കൊണ്ട് പുല്ലെല്ലാം ഉണങ്ങിപ്പോയിട്ടിപ്പം ഉണങ്ങി നിൽക്കുന്ന മുട്ടക്കുന്നായി, പച്ചപ്പില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കയറിപ്പോകുന്ന എൻട്രി. അപ്പോൾ ഇതോ വേറെ എടുക്കണോ? എന്നെ കുഴപ്പമില്ല, അങ്ങനെയൊന്നും വിഷയമൊന്നുമില്ല. നീ എന്നാ ഒന്ന് നോക്കാമോ, കിട്ടിയില്ലെന്ന് മേടിച്ചു കൊടുക്കണേ. ഞങ്ങൾ അകത്തേക്ക് പോകാനുള്ള പാസ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വേറെ എടുക്കണം എന്ന് തോന്നുന്നു. അങ്ങേപ്പുറം വേറെ എടുക്കണം. 2 തരത്തിൽ പാസ് കൊടുക്കുന്നുണ്ടല്ലോ. പാസ് എടുക്കാനായിട്ട് പോയേക്കുവാണേ. ഈ മുകളിലേക്ക് കയറി പോകുമ്പം കുറേ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ പിള്ളേരെടുത്തുനിന്ന് വന്ന ടിക്കറ്റ് ഉണ്ടല്ലോ, അതിലേ പോയി വണ്ടിയായിട്ട് അങ്ങ് വരെ പോകാനുള്ള ഒരു പാസ്സാണ് എടുത്തത്. അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇവിടെ പാസ് എടുത്തിട്ട് ഇവിടുന്ന് ഇതേ മുകളിലേക്ക് കയറി പോകുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ലൈറ്റ് തെളിഞ്ഞു തുടങ്ങി. ഇപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഇരുട്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗവും കൂടെ അന്നേരം നല്ല ക്ലിയർ ആയിട്ട് ലൈറ്റിൻ്റെ വെട്ടം വൃത്തിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇനി ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ചെന്നിട്ട് വീഡിയോ എടുക്കാവേ. ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗി. ഇവിടെ കലാവിരുതിന് പല പല സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടേ. എന്തോന്നത്, ഒരു കരടിക്കുട്ടനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. വെട്ടം കുറവായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതുണ്ടോ, ഗാർഡൻ കഫേ. ഇവിടെ ഒരു പെങ്കൊച്ചിൻ്റെ പ്രതിമ പോലെ വെച്ചേച്ച് വലയൊക്കെ ഇട്ട് പാവാല ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇത് പൂച്ചെടികൾ വിൽക്കുന്നതാണെന്ന് തോന്നുന്നു. പൂച്ചെടികൾ വിൽക്കുന്ന സ്ഥലം. കൊച്ചുങ്ങളുടെ പാർക്ക്, കുഞ്ഞു കൊച്ചുങ്ങളുടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെന്നാൽ അപ്പുറേ പോയി കണ്ടേച്ച് വരട്ടെ കേട്ടോ. അപ്പുറേ പോയിട്ട് അവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്ത് നിൽക്കാം, അതും കുറച്ച് കാണിക്കാവേ. അപ്പോൾ ഇതാണ് വാഗമണ്ണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്താട്ടോ പോകുന്നിരിക്കുന്നത്. അതേ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് KSRTC വന്ന് തിരിച്ചു പോകുന്നു. കണ്ടേച്ച് ആൾക്കാരെയൊക്കെ ആയിട്ട് വൈകുന്നേരം ഒരു വൺ ഡേ ട്രിപ്പും കഴിഞ്ഞ് പോകുന്നത്. അതേ മഞ്ഞ് പറക്കുന്നുണ്ടോ, മഞ്ഞ് അവിടെ നല്ല ഭംഗിയായിട്ട് പറന്നു പോകുന്നു. അപ്പോൾ നേരം പോയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതുണ്ടോ, ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയേക്കുവാണേ പിള്ളേർ ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇതുവഴി ഇറങ്ങി താഴോട്ട് പോകണം. കട്ട മഞ്ഞാണ്. പകലാണെങ്കിൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വരാൻ. വൈകുന്നേരം ആയപ്പോഴത്തേനും മഴക്കാറ്, നല്ല മൂടൽ മഞ്ഞ്. ഇത് മഞ്ഞ് കയറി, ഇത് മഞ്ഞ് പറക്കുന്നുണ്ടോ, മഞ്ഞ് പറന്ന് പോവുകയാണേ. ശക്തിയിലാണ് മഞ്ഞ് പറന്ന് പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസയിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത്ര തണുപ്പൊന്നും തോന്നുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുന്നത് നന്നായിട്ട് തണുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത്ര വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയുന്ന പിള്ളേർ കൂവുന്നു, ഒച്ചയുണ്ടാക്കുന്നു, കാണുന്നു, ദൂരോട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും കാണിയല്ല.
നേരം പോയിട്ട് ഭയങ്കര തിരക്കാണ്. തെരുവെന്ന് ആൾക്കാർ ഇറങ്ങി ഓടുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു തോന്നൽ തോന്നി. അതെ പിള്ളേർ മഞ്ഞ് കാണാം, കുറേ നേരം മഞ്ഞ് കാണാം. അല്ലാതെ തന്നെ ഇത് കട്ട മഞ്ഞായിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കൂടെ നടക്കുക കേട്ടോ. ആ മഞ്ഞ് കണ്ടോ, മഞ്ഞ് ഭയങ്കരമായിട്ട് മഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം കണ്ടേച്ച് തിരിതിരുന്ന് ഇങ്ങോട്ട് കയറി വരുന്നു. നമ്മൾ കാണാനായിട്ട് തിരക്കിൽ അങ്ങോട്ട് പോകുന്നു. കുറച്ച് ഭാഗം കുത്തിറക്കമായതുകൊണ്ടേ കാലിൻ്റെ മുട്ടിനൊരു പ്രശ്നം. പിള്ളേർ വേഗം വെക്കാം അവിടം വരെ ചെന്നു. ഞാനിവിടം വരെ ആയുള്ളൂ കേട്ടോ. ഞാൻ പതിയെ ഇറങ്ങി ഇവിടം വരെ വന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് വേഗം ചെല്ലട്ടെ. കണ്ടോ, ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇനി അവിടെ ചെന്നിട്ടെടുക്കാം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുക കേട്ടോ. ഗ്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. കണ്ട, ഞാൻ ക്യൂവിലിരുന്ന വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് എൻ്റെ മുമ്പേ കടന്നു പോയി ആൾക്കാരെല്ലാം, കുറേ പേര്. ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി നിൽക്കുക കേട്ടോ. അങ്ങേ അറ്റത്ത് പോയിരിക്കുന്ന അത്രയും പേരുണ്ട്. അതിന് കഴിയുമ്പോഴാണ് ഇവിടെ നിൽക്കുന്ന ഇത്രയും പേരുണ്ട് കയറ്റി പോകുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്. 10 പേര് വെച്ചിട്ട് അവിടെ നിൽക്കുക. കയറിയിട്ടില്ല, അതുകൊണ്ട് അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. ഞാനും പിള്ളേരും, അതായത് അപ്പനും അനുമോളും ഞാനും കൂടെയാണ് ഇതിൽ കയറാനായിട്ട് നിൽക്കുന്നത്. സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര മഞ്ഞുമാണ്. മഞ്ഞിൻ്റെ ഗ്ലാസ്സിൽ കൂടി അവിടെ വരെ നടക്കാനേ ഉള്ളൂ. താഴത്ത് നിൽക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി അങ്ങ് ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ ചെന്നിട്ടൊന്ന് എടുക്കാം. മഞ്ഞ് മാത്രമേ കിട്ടുള്ളൂ, എന്നാലും ഗ്ലാസ് കാണിച്ചു തരാം, മഞ്ഞും കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി പേടിച്ച് കയറി. പക്ഷേ പേടി തോന്നിയില്ല. കാരണം എന്നാണെന്നറിയാം, അടിയിലേക്കൊന്നും കാണത്തില്ലായിരുന്നു. അങ്ങ് അകലെ നോക്കുമ്പോൾ അഗാധമായ ഗർത്തവും കൊക്കയും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ട മഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പേടി തോന്നിയില്ല. പക്ഷേ ഇപ്പം മഞ്ഞൊക്കെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം മഞ്ഞൊക്കെ കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ തീരെ മഞ്ഞ് കുറഞ്ഞു. അപ്പോൾ ഒരുമാതിരിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. 5 മിനിറ്റാണ് അവർ നിർത്തുള്ളൂ. 5 മിനിറ്റ് നിന്ന് കഴിയുമ്പോഴത്തേനും അവർ വിസിലടിച്ച് നമ്മളെ ഇറക്കി വിടും. പിന്നെ അത്രയും പേരൊക്കെ കയറ്റി വിടും. അങ്ങനെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്ന പരിപാടി. ഇതിപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് ഇങ്ങോട്ടെ. ഇന്ന് അനുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിനെയായിട്ട് വാഗമണ്ണിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്ന് കാണിച്ച് കൊണ്ടുപോയി. അവർ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായെങ്കിലും ഇതുവരെയും വാഗമണ്ണി വന്നില്ലായിരുന്നേ. അപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചതിലേക്കൊന്ന് കാണിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം കട്ട മഞ്ഞ് തന്നെ. അതുണ്ടോ, അതിൻ്റെ മേളിൽ നിന്ന് കയറി നിന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അവിടെയും മഞ്ഞായി. ഇനി ഇവിടുന്ന് നടന്ന് അയ്യോ അവിടെ ചെല്ലുമ്പോഴത്തേനും എനിക്ക് ശ്വാസം മുട്ടുന്നു. നടന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര കതപ്പ്. ഇപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ മഞ്ഞ. തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ ഒന്ന് മണ്ടേ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ മഞ്ഞ. ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾ നേരെപാട്ടിനൊന്നും കാണിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ വരും. ഒരു വരവ് കൂടി വരേണ്ടി വരും. ഇമ്മട്ടിന് മഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചാൽ. പപ്പ മാത്രം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വന്നില്ല കേട്ടോ. പുള്ളി പേടിച്ചു പോയി. ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടപ്പോഴേ പേടിച്ചു. എനിക്ക് ടിക്കറ്റ് കൊടുക്കേണ്ട, ഞാൻ വരുമോ ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട് മഞ്ഞ്. ഇതിൻ്റെ മുകളിലൊന്ന് കയറാം. മുട്ടിനൊക്കെ വേദനയുണ്ട്, നടുവിലും വേദനയുണ്ട്. എന്നാലും വേണ്ടില്ല, ഒന്ന് കയറാമെന്ന് വിചാരിച്ചപ്പോഴേ ഭയങ്കര മഞ്ഞ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചു.
അയ്യോ എന്നെ കയറ്റാതെ അവർ പോവുകയാണല്ലോ. മഞ്ഞും ചെറിയ രീതിയിൽ നല്ല തൂളുമഴയുള്ളത് കൊണ്ട് ഞങ്ങൾ ഗാർഡൻ കാണാൻ പോയില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോന്നു. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രം കണ്ടിട്ട് കയറി പോന്നു. അപ്പോഴത്തേനും നല്ല കട്ട മഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും മഴ വീണ്ടും ശലിച്ച് പൊടിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് തൂളുമഴ ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ മഞ്ഞ്. അതുകൊണ്ട് ഗാർഡൻ കാണാൻ പോയില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്. സന്ധ്യസമയമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് നേരെ താഴോട്ട് ഉള്ള റോഡിൽ, അതായത് തീക്കോയിക്ക് പോവാണേ. തീക്കോയി കൂടി ഈരാറ്റുപേട്ട കൂടി എരുമേലി ചെന്ന് പത്തനംതിട്ട കൂടി മോളുടെ വീട്ടിൽ പന്തളത്തൊന്ന് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടൊന്ന് പോകണം. രാത്രിയാകുമ്പോഴത്തേനും അവിടെ എത്തുള്ളൂ. അപ്പോൾ പോയ വഴിക്ക് ഞങ്ങൾ പോയ വഴികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ഇറങ്ങി. സന്ധ്യ ആകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ മുറുക്കെല്ലാം കഴിഞ്ഞ് വാഗ എടുക്കാനും എല്ലാം കൂടെ വണ്ടി നിർത്തിയതാണ്. അപ്പോഴാണ് ഞങ്ങളെന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. വണ്ടി അവിടെ സൈഡിൽ കിടക്കുന്നു. വണ്ടികൾ ഇതിലെ ചീറിപ്പാഞ്ഞ് പോകുന്നതുണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം മുട്ട മലയാണേ. കാട്ടുതീയെല്ലാം കയറി കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന പാറയാണ് കേട്ടോ. ഭയങ്കര പാറയാണ്, ഭയങ്കര മലയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കൊടുംവളവ്. കൊടുംവളവെന്ന് പറഞ്ഞപ്പോൾ അപ്പോനിങ്ങ് വന്നു. അവരവിടെ സെൽഫി എടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ. ഇതുണ്ടോ കൊടുംവളവ്. അതിലെ വണ്ടി ആയിരുന്നു. ഇവിടെയൊക്കെ അപകടം പിടിച്ച സ്ഥലമാണ്. ഇവിടെയൊന്നും വണ്ടി ഒതുക്കിയിട്ടേച്ച് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റിയൊരു സ്ഥലമല്ല. എന്നാലും പിന്നെ ഇത് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടപ്പം ഇപ്പം സമയമായി വെച്ചേ വൈകുന്നേരം 6:15 കേട്ടോ. അപ്പോൾ വാഗമണ്ണി ചെന്നപ്പോഴത്തേനും മഴ കാരണം ഞങ്ങൾ അവിടെ നിട്ടേച്ച് പോന്നു. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു. ഭയങ്കര മഞ്ഞ്. അതൊക്കെ കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. മുഴുവനും അതായത് ഗാർഡനൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്ത ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ. അതൊന്നും കാണാൻ പറ്റില്ല മഴ കാരണം. അപ്പോൾ അതൊരു മറ്റൊരു ദിവസം ഒന്നും കൂടെ ശരിക്കും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒന്നാമത്തെ സന്ധ്യയാകുകയും ചെയ്തു കേട്ടോ. അത് കാരണം. അപ്പോൾ ഇതിലേ ഇങ്ങനെ പോയപ്പോഴേ ഈ ഐസ്ക്രീം വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇതേ മുകളിലൊക്കെ പല സ്ഥലത്തും ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ടായിരുന്നു. അവിടെയെല്ലാം ഭയങ്കര തിരക്കാണ്. ട്രാവലർ വണ്ടികൾ ഇഷ്ടംപോലെ സൈഡിൽ ഒതുക്കിയിട്ട് എല്ലാവരും മേടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു 3-4 ഐസ്ക്രീമൊക്കെ മേടിച്ചേ. ഭയങ്കര മഞ്ഞും ഭയങ്കര തണുപ്പും. അങ്ങനെ തണുത്തിരിക്കുന്ന സമയത്ത് ഒരു ഐസ്ക്രീം തിന്നുകയെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബല്ലേ. ഇരുട്ടായി ഒന്നും കാണാൻ പറ്റുന്നില്ല. അഗാധമായ കൊക്കയാട്ടോ ഇത്. ഇത് വാഗമണ്ണിൽ നിന്നും തീക്കോയിലേക്ക് പോകുന്ന വഴിയാണേ. തീക്കോയി കൂടി പാല തൊടുപുഴ പോകുന്ന റോഡാണ്. കരിമ്പാറ വെട്ടിമുറിച്ച് ഉണ്ടാക്കിയ റോഡാണ് കേട്ടോ ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചൊരു വഴിയാണ്, അപകട മേഖലയാണ്. ഇതിലുള്ള പോക്ക് പരിചയമില്ലാത്തവർ, നാടൻ പ്രദേശത്തുള്ള ഡ്രൈവർമാരൊക്കെ വരുന്നത് സൂക്ഷിച്ച് വേണം. ഹൈ റേഞ്ചിലുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ല, അറിയാമല്ലോ. അപ്പോൾ തണുപ്പത്ത് ഐസ്ക്രീം തിന്ന അനു, പപ്പയും ഇരുട്ടത്തിരുന്ന കാറിനകത്ത് തണുപ്പത്തിരുന്ന് ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങളിനി വണ്ടി വിട്ട് പോവാണ്. ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇരുട്ടായേ. കണ്ടോ, മഞ്ഞാണ്, മഞ്ഞുകൊണ്ട് മൂടിയേക്കുവാണ് മലനിരകളെല്ലാം. അടുത്ത ഐസ്ക്രീം വണ്ടി ഒന്നോടെ വന്നല്ലേ ഇവിടെ, ഒരു വണ്ടികൾ വന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വിട്ടു പോവുക. ഇനി ഞങ്ങൾക്ക് വേണ്ട ഐസ്.